NIOS മലയാളത്തിലെ 26ാമത്തെ പാഠം കലയും കാലവും എന്നതാണ്. MP പോളിന്റെ ലേഖനമാണ് കലയും കാലവും എന്നത്. ഈ പാഠത്തിന്റെ ആശയങ്ങൾ നമ്മൾ ഒന്ന് വേഗത്തിൽ ചർച്ച ചെയ്തു പോവുകയാണ്. ചോദ്യോത്തരങ്ങൾക്ക് പാട്ടും നൃത്തവും ചിത്രവും സിനിമയും ഇല്ലാത്ത ഒരു ലോകം സങ്കല്പിച്ചു നോക്കൂ. എത്ര വിരസമായിരിക്കും അവിടം. സമൂഹ ജീവിതത്തിന് ഉന്മേഷം പകരാൻ ഇതൊക്കെ വേണം. വേറെയുമുണ്ടല്ലോ കലകൾ, കവിത, കഥ തുടങ്ങിയവ. കവിതയും കഥവും നാടകവും ഒക്കെ നമ്മുടെ ചിന്തകളെയും സങ്കല്പങ്ങളെയും പല നിലകളിൽ സ്വാധീനിക്കുന്നു. എന്താണ് ഈ കലകൾ നിർവഹിക്കുന്ന ധർമ്മം എന്ന് ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെ പറയാം: മനുഷ്യ ജീവിതത്തെ ആഹ്ലാദപ്രദമാക്കുന്നു, നമ്മെ ധർമ്മത്തിന്റെയും നീതിയുടെയും പാഠങ്ങൾ പഠിപ്പിക്കുന്നു, ജീവിതം മഹത്തരമാണെന്ന ബോധ്യം നമ്മിൽ ജനിപ്പിക്കുന്നു. ഇത്രമേൽ ശ്രേഷ്ഠങ്ങളായ കലകളുടെ ഉത്ഭവം എപ്രകാരമാണ്? കലാസൃഷ്ടിയുടെ വളർച്ചയ്ക്ക് സഹായകരമായി തീരുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? ഇത് ആണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ വിഷയത്തെക്കുറിച്ചാണ് കലയും കാലവും എന്ന ഈ ലേഖനത്തിൽ പ്രൊഫസർ MP പോൾ പ്രതിപാദിക്കുന്നത്. ഒരു കലാകാരൻ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന ചോദ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ MP പോളിന്റെ ലേഖനം ആരംഭിക്കുന്നത് തന്നെ. പല ഘടകങ്ങളുടെയും ചേർച്ചയിൽ നിന്നാണ് ഒരു കലാകാരൻ ജന്മമെടുക്കുന്നത്. ജന്മനാൽ ലഭിക്കുന്ന വാസനാഗുണം, നിരന്തരമായ അഭ്യസനം, സമൂഹത്തിൽ നിന്ന് നേടിയെടുക്കുന്ന ആശയങ്ങളുടെയും ആദർശങ്ങളും, ചുറ്റും കാണുന്ന വ്യത്യസ്തങ്ങളും കൗതുകകരങ്ങളുമായ ജീവിതം പകർന്നു കൊടുക്കുന്ന സന്ദേശങ്ങൾ, ഇതെല്ലാം ഒരു കലാകാരന്റെ സൃഷ്ടിക്ക് കാരണമാവാം. എന്നാൽ മുകളിൽ സൂചിപ്പിക്കപ്പെട്ട ഘടകങ്ങൾ ഒത്തുചേർന്നത് കൊണ്ട് മാത്രം നല്ല കലാസൃഷ്ടി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഭൂമിയിൽ പച്ചപ്പ് പൊടിച്ചു പൊന്താൻ മഴയുണ്ടായാലേ പറ്റൂ. അതുപോലെ നല്ല കലാസൃഷ്ടികൾ ഉണ്ടാകാൻ സമൂഹത്തിൽ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാവണം. അതാണ് വേണ്ടത്. കാലം അനുകൂലമായാലേ കലകൾക്കും അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. ഇതാണ് കലയും കാലവും തമ്മിൽ ബന്ധമുണ്ട്. ഇതാണ് MP പോൾ ഈ പാഠത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതായത് നല്ല കാലങ്ങളിലാണ് നല്ല കലകൾ പിറക്കുക എന്ന്. അനുകൂലമായ കാലം എന്നതുകൊണ്ട് MP പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു നാട്ടിൽ ക്ഷേമവും ഐശ്വര്യവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ജനങ്ങൾ ഭീതിയും ആശങ്കയും ഒന്നുമില്ലാതെ ആഹ്ലാദത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അവിടെ സത്യം, ധർമ്മം, നീതി എന്നീ നല്ല മൂല്യങ്ങൾ പുലരുന്നുണ്ടെങ്കിൽ ആ ജനത ഒരു നല്ല കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. നമ്മുടെ മഹാബലിയുടെ കാലം അങ്ങനെയായിരുന്നു, ഗ്രീസിലെ ജനതയുടെ പ്രതാപകാലം അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാം. സമൂഹത്തിന് കഷ്ടകാലവും ചിലപ്പോൾ ഉണ്ടാകാം. ദാരിദ്ര്യം, യുദ്ധം, അടിമത്തം തുടങ്ങിയ ദൗർഭാഗ്യങ്ങൾ സാമൂഹിക ജീവിതം പ്രയാസകരമാക്കും. ദുഃഖിതരും അസന്തുഷ്ടരുമായ ജനങ്ങളുടെ മനസ്സ് പ്രതീക്ഷ കെട്ട് ഇരുളടഞ്ഞു പോകും. നല്ല കാലവും ചീത്തക്കാലവും സമൂഹത്തിന്റെ കലാനിർമ്മാണ ക്ഷമതയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അഭിവൃദ്ധിയും ആഹ്ലാദവും അനുഭവിക്കുന്ന സമൂഹം സുഖിച്ച് ജീവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ മനസ്സിലെ വെളിച്ചം തീർച്ചയായും പല സാഹചര്യങ്ങളിലേക്കും കൂടെ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ പടരും. അവർ ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള സാഹിത്യകൃതികളും മഹത്തരങ്ങളായ മറ്റു കലാരൂപങ്ങളെക്കുറിച്ചുള്ള സൃഷ്ടിക്കും പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചുമുള്ള പുതിയ കണ്ടെത്തലുകളിലും ഒക്കെ ഏർപ്പെടും. കലയും കാലവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതിന് ചരിത്രത്തിൽ ഒരുപാട് തെളിവുകൾ നിരത്തുന്നു ഡോക്ടർ MP പോൾ. അദ്ദേഹം പറയുന്ന ഏറ്റവും നല്ല ഉദാഹരണം പ്രാചീന ഗ്രീസിന്റെ കഥയാണ്. BC 500 തൊട്ട് ഏതാണ്ട് ഒരു 2000 വർഷം വരെയും ഗ്രീസ് സ്വർഗസദൃശമായ ഒരു ക്ഷേമഭൂമിയായി തുടർന്ന കഥയുണ്ട്. പേർഷ്യൻ സൈന്യവുമായുണ്ടായ വമ്പൻ യുദ്ധത്തിൽ ജയിച്ചതോടെയാണ് ഗ്രീസിൽ അഭിവൃദ്ധിയുടെ യുഗം ആരംഭിക്കുന്നത്. എല്ലാ മേഖലകളിലും ആ കൊച്ചു രാജ്യം നേട്ടങ്ങൾ കൊയ്തു. പെരിക്ലിസ് എന്ന ധീരനായ രാഷ്ട്രനായകന്റെ നേതൃത്വമാണ് ഗ്രീസിനെ വലിയ മുന്നേറ്റങ്ങൾക്ക് സമർത്ഥമാക്കിയത്. സമ്പദ് സമൃദ്ധികൾക്കൊപ്പം കലകളും വിജ്ഞാന ശാഖകളും അവിടെ തഴച്ചു വളർന്നു. പാശ്ചാത്യ നാഗരികതയുടെ ഉത്ഭവ കേന്ദ്രമായി മാറുകയായിരുന്നു പിന്നീട് ഗ്രീസ്. നാടകരംഗത്ത് സഫോക്ലിസ്, അതുപോലെ തന്നെ ഇസ്കിലസ്, യൂറിപ്പിഡസ് തുടങ്ങിയ മഹാരഥന്മാർ പുതുചക്രവാളങ്ങൾ വിരിയിച്ചു. അപ്പോളോ ദേവന്റെയും അഥീനാദേവിയുടെയും മഹാക്ഷേത്രങ്ങൾ അപൂർവ ശില്പ മാതൃകകളായി അവിടെ ഉണ്ടായി. ഏഥൻസ് നഗരത്തിന്റെ അഭിമാനമായിരുന്ന പാർത്ഥിനിയൻ ക്ഷേത്രത്തിന്റെ ശില്പി ഫിഡിയാസ് ആയിരുന്നു. ഫിഡിയാസ് സ്വർണത്തിലും ആനക്കൊമ്പിലും കൊത്തിവെച്ച ആ വിദ്യാദേവതയായ അഥീനയുടെ ശില്പങ്ങൾ ലോകപ്രസിദ്ധങ്ങളായി. അഗസ്റ്റസ് സീസറിന്റെ ഭരണകാലമായിരുന്നു റോമ സാമ്രാജ്യത്തിലെ ചരിത്രത്തിന്റെ സുവർണ കാലഘട്ടം. ഭൗതികമായും സാംസ്കാരികമായും റോമൻ സാമ്രാജ്യം അക്കാലത്ത് അപൂർവമായ അഭിവൃദ്ധി കൈവരിച്ചു. നാടകശാലകളും വായനശാലകളും ധാരാളമായി സ്ഥാപിക്കപ്പെട്ടു. ഇനി വിർജിൽ, ഹോറസ്, ഓവിഡ് എന്നീ മഹാകവികളുടെയും ഉദയത്തിന് കാരണമായത് റോമൻ സമൂഹം കൈവരിച്ച രാഷ്ട്രീയവും സാമൂഹികവുമായ മുന്നേറ്റമാണ്. ഇനി ഈ പാഠത്തിലെ ചില ആശയങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. കലാകാരന്റെ ആവിർഭാവവും ഗവേഷണാതീതമായ ഒരു ആകസ്മിക സംഭവമായി ഗണിക്കപ്പെടുന്നതിൽ അത്ഭുതമില്ല എന്നൊരു വാചകം അതിനെ വിശദീകരിക്കുകയാണ്.
ഒരു കലാകാരനെ രൂപപ്പെടുത്തുന്നത് പല ഘടകങ്ങളാണ്. ജന്മസിദ്ധി, നിരന്തരമായ പഠനം, അഭ്യസനം, മുൻകാലത്തെ മഹാന്മാരായ കലാകാരന്മാരുടെ സ്വാധീനം, സമൂഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട ആശയങ്ങളും ആദർശങ്ങളും, ഇത്തരത്തിലുള്ള പല നിമിത്തങ്ങളും യോജിക്കുമ്പോൾ ഒരു നല്ല കലാകാരൻ ഉണ്ടാകും. ഇപ്പറഞ്ഞതിൽ ഏത് ഘടകമാണ് പ്രധാനം എന്ന് ചോദിച്ചാൽ പ്രയാസമായിരിക്കും ഉത്തരം പറയുക. ഇനി എന്തുകൊണ്ടാണ് ചില വ്യക്തികൾക്ക് മാത്രം കലാസിദ്ധി ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം പറയാൻ എളുപ്പമല്ല. പാരമ്പര്യശാസ്ത്രത്തിൽ ഇതുവരെയും കലാകാരന്റെ സിദ്ധികളുടെ കാരണമെന്തെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ജനറ്റിക്സിൽ അതിനുത്തരം നമ്മൾ ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കലാകാരന്മാരെ അനുഗ്രഹീത പുരുഷന്മാരെന്നും അമാനുഷ പ്രഭാവന്മാരെന്നൊക്കെ നാം ഇന്നും വിളിച്ചു വരുന്നത്, മാനിച്ചു വരുന്നത്. 2. സമുദായ ശരീരം സ്വോന്മേഷം പ്രവർത്തിക്കുമ്പോൾ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന പ്രസന്നഭാവമാണ് കല. സമുദായ ശരീരത്തിന്റെ മുഖത്ത് പ്രസന്നഭാവം ഉണ്ടാകുന്നതാണ് കലയെന്ന്. കലയും കാലവും തമ്മിലുള്ള നിരന്തര ബന്ധത്തെ പറ്റിയാണ് MP ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നത്. സമൂഹത്തെ ഒരാളുടെ ശരീരമായിട്ട്, അതുപോലെ തന്നെ ആ കലയെ അവിടുത്തെ ആ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മുഖഭാവമായിട്ട് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നു. സമൂഹം ആഹ്ലാദത്തോടെ പരിലസിക്കുമ്പോൾ, ഉണർവോടെ നിൽക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ നല്ല കലാസൃഷ്ടി ഉണ്ടാവും എന്നാണ് MP ഇപ്പോൾ പറയുക. സ്വസ്ഥതയും അഭിവൃദ്ധിയും കൈവരിച്ച ഒരു സമൂഹത്തിന് മാത്രമേ നല്ല കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള താല്പര്യവും സമയവും ഉണ്ടാവുകയുള്ളൂ. കഷ്ടപ്പാടുകളും ഭയാശങ്കകളും യുദ്ധവും ഭീതിയും നിറഞ്ഞ ഒരു സമൂഹത്തിൽ എവിടെയാണ് ഒരു നല്ല കലാസൃഷ്ടി ഉണ്ടാവുക? ഒരു കലാകാരനാണെങ്കിൽ കൂടി അയാൾക്ക് പോലും സ്വസ്ഥതയുണ്ടാവില്ല. ശുഭപ്രതീക്ഷ, ജീവിതത്തോടുള്ള സ്നേഹം, മൂല്യവത്തായ ആദർശങ്ങൾ ഇവയൊന്നും ക്ഷീണിച്ചുപോയ ഒരു ജനതയ്ക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ സമൂഹം തളരുമ്പോൾ കലാപ്രവർത്തനങ്ങളൊക്കെ ദുർബലങ്ങളാകും എന്ന് പറയാം. ഗ്രീസും പാരസികന്മാരുമായുള്ള യുദ്ധം. പാരസികന്മാരാരാണ്? പേർഷ്യക്കാരെയാണ് പാരസികന്മാരെന്ന് മലയാളത്തിൽ നമ്മൾ പറയുക. അപ്പൊ ഗ്രീക്കുകാരും പേർഷ്യക്കാരും വലിയ യുദ്ധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. ആ യുദ്ധത്തെക്കുറിച്ച് ഇവിടെ പാഠത്തിൽ പറഞ്ഞു പോകുന്നു. ഗ്രീസ് വളരെ വലിയൊരു രാജ്യമല്ല, അനേകം കൊച്ചു രാജ്യങ്ങൾ ചേർന്നതാണ്. നഗരരാഷ്ട്രങ്ങളുടെ സംയോജനമാണ് പ്രാചീന ഗ്രീസ്. ഓരോ രാജ്യവും സിറ്റി സ്റ്റേറ്റ് അഥവാ നഗരരാഷ്ട്രം എന്നറിയപ്പെട്ടു. പല കാലങ്ങളായി 12 മുതൽ 150 വരെ സിറ്റി സ്റ്റേറ്റുകൾ ഉൾപ്പെട്ടതായിരുന്നു പ്രാചീന ഗ്രീസ്. ഏതൻസ്, സ്പാർട്ട, കൊറീന്ത് എന്നിവ അവയിൽ ഏറ്റവും പ്രസിദ്ധങ്ങളായ സിറ്റി സ്റ്റേറ്റുകളായിരുന്നു. പരസ്പരം വഴക്കിട്ടും യുദ്ധം ചെയ്തും പോന്ന സിറ്റി സ്റ്റേറ്റുകൾ ഒന്നിച്ച് ഒരു സാമ്രാജ്യ ശക്തിയായി പിന്നീട് ഉയർന്നു വന്നതോടെ പേർഷ്യൻ സൈന്യവുമായുള്ള ഒരു മഹായുദ്ധത്തിന്റെ കാലം. പേർഷ്യൻ ചക്രവർത്തിയായ ദാരിയസിന്റെ കാലത്ത് ക്രിസ്തുവിന് മുമ്പ് 490 പേർഷ്യൻ സൈന്യം ഗ്രീസിനെ ആക്രമിച്ചത്. ആദ്യ മുന്നേറ്റത്തിൽ പേർഷ്യൻ സൈന്യം പല സിറ്റി സ്റ്റേറ്റുകളെയും കൈയടക്കിയെങ്കിലും ആഥൻസിലെ ധീരസേനാനികൾ മാരത്തോൺ യുദ്ധഭൂമിയിൽ വെച്ച് ശത്രു സൈന്യത്തെ തോൽപ്പിച്ച് ഓടിച്ചു. ഈ യുദ്ധവിജയത്തിന് ശേഷമാണ് ഗ്രീസിന്റെ സുവർണകാലം ആരംഭിച്ചതെന്ന് പറയാം. ഗ്രീസും പെരിക്ലിസിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ ഈ പാഠത്തില്. അതെന്താണ്? പ്രാചീന ഗ്രീസിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു പെരിക്ലിസ്. ആഥൻസിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പ്രധാന കാരണക്കാരൻ ജനാധിപത്യവാദിയായ പെരിക്ലിസ് ആയിരുന്നു. BC 461 ഏതൻസിന്റെ സേനാനായകനായി നിയോഗിക്കപ്പെട്ടതോടുകൂടിയാണ് പെരിക്ലിസ് അങ്ങനെ അറിയപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് 30 വർഷത്തോളം ഏതൻസിന്റെ ഭരണം പെരിക്ലിസിന്റെ കയ്യിലായിരുന്നു. ധീരനും ആദർശവാനുമായിരുന്നു പെരിക്ലിസ്. അഥീന ക്ഷേത്രം അടക്കം പല മഹാസൗധങ്ങളും സ്ഥാപിക്കപ്പെട്ടത് പെരിക്ലിസിന്റെ കാലത്തായിരുന്നു. കലാകാരന്മാരെയും കവികളെയും ചിന്തകന്മാരെയും അദ്ദേഹം ആവോളം പ്രോത്സാഹിപ്പിച്ചു. ഗ്രീക്ക് ജനത അദ്ദേഹത്തെ ആദരപൂർവ്വം സർവശക്തൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇനി സോക്രട്ടീസും ദൈവദ്രോഹ വിചാരണയും അതും പറഞ്ഞു വരുന്നുണ്ട് പാഠത്തിൽ. സോക്രട്ടീസിന്റെ ജീവിതകാലം BC 470 മുതൽ 399 വരെയായിരുന്നു. ഗ്രന്ഥരചന നടത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ചിന്താപദ്ധതികൾ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ മുതലായവരുടെ തത്വചിന്താ അപഗ്രഥ ഗ്രന്ഥങ്ങളുടെ ലോകപ്രസിദ്ധമായി. ഒരു ശില്പിയുടെ മകനായിട്ടാണ് സോക്രട്ടീസ് ജനിച്ചതെങ്കിലും പിൽക്കാലത്ത് മഹാതത്വചിന്തകനായിട്ടാണ് അദ്ദേഹം സ്ഥാനം നേടിയത്. സ്വതന്ത്ര ചിന്തയുടെ സന്ദേശം സോക്രട്ടീസ് ലോക ജനതയ്ക്ക് ഇടയിൽ പ്രചരിപ്പിച്ചു. അധികാരം ദുഷിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം യുവാക്കളെ ഉത്ബോധിപ്പിച്ചു. അധീനിയൻ ജനാധിപത്യ സങ്കല്പത്തിലെ പരിമിതികളെ അദ്ദേഹം യുക്തിപൂർവ്വം വെളിപ്പെടുത്തുകയും ചെയ്തു. അതാണ് സോക്രട്ടീസിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ദൈവങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം ഗ്രീക്ക് ജനതയ്ക്ക് സ്വീകരിക്കാൻ കഴിയാത്ത അനഭിമതനായി. BC 399 സോക്രട്ടീസ് തടവറയിലാക്കപ്പെട്ടു. ജനകീയ കോടതി മരണശിക്ഷ വിധിച്ചു. ഹെംലോക്ക് എന്ന ചെടിയുടെ വിഷം കുടിച്ച് സോക്രട്ടീസിന്റെ മരണം. ഡൽഹിയിലെ അപ്പോളോ ക്ഷേത്രത്തിൽ കുറിച്ചുവെച്ച തന്നെത്താൻ അറിയുക എന്ന പ്രബോധനം മരണം വരെ സോക്രട്ടീസിനെ സ്വാധീനിച്ചിരുന്നു. ഫിഡിയാസ് മറ്റൊരു പ്രാചീന ഗ്രീസിലെ ശില്പിയുടെ പേരാണ്. പെരിക്ലിസിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ആഥൻസിനെ മോടി പിടിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം പെരിക്ലിസ് എന്ന ഭരണാധികാരി ഈ ഫിഡിയാസ് എന്ന ശില്പിയാണ് ഏൽപ്പിച്ചത്. തന്റെ സുഹൃത്തായിരുന്നല്ലോ. ആഥൻസിന്റെ അക്രോപ്പൊളിസിൽ അഥീന ദേവിയുടെ മനോഹരമായ 3 ലോഹ വിഗ്രഹങ്ങളാണ് ഫിഡിയാസ് സ്ഥാപിച്ചത്. ഒളിമ്പിയയിൽ സ്ഥാപിച്ചിരിക്കുന്ന സിയൂസ് ദേവനാണ് ഇരിക്കുന്ന സിയൂസ് ദേവൻ. അതാണ് അദ്ദേഹത്തിന്റെ ഫിഡിയാസിന്റെ ഏറ്റവും മഹത്തായ ശില്പസൃഷ്ടി. ഇതിന് 60 അടി പൊക്കമാണ്. അന്നത്തെ കാലത്ത് 60 അടി പൊക്കത്തിൽ ഒരു വലിയ ശില്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല.
ഇനി പോളിഗ്നോട്ടസിനെ കുറിച്ച്, ഫിഡിയാസിന്റെ ചിത്രകലാ ഗുരുവായിരുന്നു പോളിഗ്നോട്ടസ്. അനേകം ആൾക്കാർ ഉൾക്കൊള്ളുന്ന സംഘചിത്രങ്ങളിൽ ഓരോ രൂപത്തിന്റെ വരയിലും അദ്ദേഹം കാണിച്ച സൂക്ഷ്മത വളരെ അപൂർവമായിരുന്നു. ഇനി മറ്റൊന്ന് പ്ലേറ്റോയെ കുറിച്ചാണ്. ഏതൻസിൽ ജനിച്ചു. സംഗീതം, ഗണിതം, കവിത എന്നീ മേഖലകളിൽ പ്രാവീണ്യം നേടി പിൽക്കാലത്ത് ലോക ആരാധ്യനായ തത്വചിന്തകനായി പ്ലേറ്റോ മാറി. വിജ്ഞാനകേന്ദ്രമായിരുന്ന അക്കാദമി സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ഡയലോഗ്സ്, റിപ്പബ്ലിക്സ് എന്നീ രചനകൾ ഏറെ പ്രസിദ്ധമാണ്. പ്ലേറ്റോയുടെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ നമുക്കറിയാം പ്രശസ്ത അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവാണ്. ഇനി അരിസ്റ്റോട്ടിലിനെ കുറിച്ചാണ്. BC 384 322 ഇടയിലാണ് കാലഘട്ടം. നമുക്കറിയാം BC വർഷങ്ങൾ പുറകോട്ട് കുറഞ്ഞു വന്ന് സീറോയിലെത്തുകയാണ്. പിന്നെ AD ആണ് മുൻപോട്ട് വളർന്നു വരുന്ന വർഷങ്ങൾ. 18-ാം വയസ്സിൽ പ്ലേറ്റോയുടെ ശിഷ്യനായ അക്കാദമിയിൽ പഠനം ആരംഭിച്ച വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. അനേക വിജ്ഞാന ശാഖകളിൽ അദ്ദേഹം ആഴത്തിൽ പാണ്ഡിത്യം നേടി. അന്നത്തെ കാലത്ത് അറിവ് പരിമിതമായിരുന്നു. അതുകൊണ്ട് ഒരാൾ വിചാരിച്ചാൽ അന്നത്തെ ലഭ്യമായ അറിവ് മുഴുവനും പഠിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ അന്ന് ലഭ്യമായിരുന്ന എല്ലാ അറിവും പഠിച്ചെടുത്ത മനുഷ്യൻ എന്ന് നമുക്ക് അരിസ്റ്റോട്ടിലിനെ കുറിച്ച് പറയാം. സാഹിത്യത്തെയും അന്യകലകളെയും സംബന്ധിക്കുന്ന ഗഹനമായ തത്വങ്ങൾ അരിസ്റ്റോട്ടിൽ ആവിഷ്കരിച്ചു. അലക്സാണ്ടർ ചക്രവർത്തി അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായിരുന്നു. ഇനി ജൂലിയസ് സീസറിനെ കുറിച്ച്. BC 49 മുതൽ 44 വരെയുള്ള 5 വർഷക്കാലം റോമിന്റെ ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം. ബുദ്ധിമാനായും ഭരണാധിപനായിരുന്നു. ധീരനായ സേനാനിയായിരുന്നു. യൂറോപ്പിലെയും ഏഷ്യ ഭൂഖണ്ഡത്തിലെയും സൈനിക മുന്നേറ്റം നടത്തിയ വ്യക്തിയാണ് സീസർ. രാജ്യഭരണത്തിൽ ജനപ്രതിനിധി സഭയായിരുന്ന സെനറ്റിനുമുണ്ടായിരുന്ന അധികാരങ്ങൾ സീസർ വെട്ടിക്കുറച്ചു. എങ്കിലും റോമൻ സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ വികസിപ്പിച്ച അദ്ദേഹത്തെ ഇറ്റാലിയൻ ജനത എന്നും ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സാഹിത്യവും ശില്പനിർമ്മാണവും പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. BC 44 മാർച്ച് 15-ാം തീയതി സഹപ്രവർത്തകരാൽ, തന്റെ സുഹൃത്തുക്കളാൽ തന്നെ സീസർ വധിക്കപ്പെട്ടു. ഇനി അഗസ്റ്റസ് സീസറിനെ കുറിച്ചാണ് പാഠത്തിൽ പറഞ്ഞു പോകുന്ന മറ്റൊരു കഥാപാത്രം. ജൂലിയസ് സീസർ വധിക്കപ്പെട്ടതിന് ശേഷം 15 വർഷത്തോളം ഇറ്റലിയിൽ അരങ്ങേറിയ ആഭ്യന്തര കലഹങ്ങള് അവസാനിപ്പിച്ചു കൊണ്ട് ഭരണത്തിൽ ഏറിയ വ്യക്തിയാണ് അഗസ്റ്റസ് സീസർ. ജൂലിയസ് സീസറുടെ മരുമകനായിരുന്നു അഗസ്റ്റസ് സീസർ. റോമാ സാമ്രാജ്യം അപൂർവമായ അഭിവൃദ്ധി കൈവരിച്ചത് അഗസ്റ്റസ് സീസറിന്റെ ഭരണകാലത്തായിരുന്നു. മഹായുദ്ധങ്ങളിൽ വിജയിയായ അഗസ്റ്റസ് കലാസ്നേഹിയായിരുന്നു. ധാരാളം നാടകങ്ങളും പുസ്തകശാലകളും അദ്ദേഹം സ്ഥാപിച്ചു. ഗ്രന്ഥശാലകളൊക്കെ സ്ഥാപിച്ചു എന്നാണ് പറയുക അഗസ്റ്റസ് സീസർ. ഗ്രീക്ക് ചരിത്രത്തിൽ പേക്ലിസിനുള്ള സ്ഥാനം എങ്ങനെയാണോ അത് തന്നെയാണ് റോമൻ ചരിത്രത്തിൽ അഗസ്റ്റസ് സീസറിനുള്ളത് എന്ന് പറയുക. ഇനി വെർജിലിനെ കുറിച്ച് പറയുന്നുണ്ട്. വെർജിൽ മഹാനായ കവിയാണെന്ന് നമുക്കറിയാം. BC 70-നും 19-നും ഇടയ്ക്ക് BC 70-നും BC 19-നും ഇടയ്ക്ക് AD-യോട് അടുക്കുന്നു. ആ കാലഘട്ടത്തിലാണ് വെർജിൽ ജീവിച്ചിരുന്നത്. റോമ സാമ്രാജ്യത്തിന്റെ അഭിമാന പാത്രമായിരുന്ന മഹാകവി, റോമൻ ചരിത്രത്തെ പ്രകീർത്തിക്കുന്ന മഹാകാവ്യം എൻസിഡ് അദ്ദേഹത്തിന്റെ മികച്ച രചനയായി ഗണിക്കപ്പെടുന്നു. ഗ്രാമീണ ജീവിതത്തെ മഹത്വൽക്കരിക്കുന്ന രചനകളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവയെല്ലാം ശ്രദ്ധേയങ്ങളാണ്. അടുത്തത് ഹോറസിനെ കുറിച്ചാണ്. വെർജിലിന്റെ സമകാലീനായിരുന്ന മറ്റൊരു പ്രശസ്ത കവിയാണ്. അഗസ്റ്റസിന്റെ വിശ്വസ്ത സുഹൃത്തു കൂടിയായിരുന്നു ഹോറസ്. റോമൻ ജനജീവിതത്തിലെ അപാകതകളെ വിമർശിക്കുന്ന സറ്റേഴ്സ് എന്നത് അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ്. മറ്റൊന്ന് ഓവിഡ. റോമിന്റെ പ്രണയ ഗായകനായിരുന്നു ഓവിഡ് എന്ന കവി. ആർട്ട് ഓഫ് ലവ്, മെറ്റമോർഫോസിസ് എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ. അഗസ്റ്റസിന്റെ അപ്രീതി കൊണ്ട് ഇദ്ദേഹത്തിന്റെ രചനകൾ റോമിൽ ഒരു കാലത്ത് നിരോധിക്കപ്പെട്ടു എന്നതാണ്. ഇനി നമ്മൾ അടുത്തത് അവതാരണ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അവതാരണ ചോദ്യങ്ങള് കലയും കാലവും എന്ന MP പോളിന്റെ പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു കലാകാരനെ സംവിധാനം ചെയ്തെടുക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജന്മസിദ്ധമായ വാസന, പൂർവ്വ കലാകാരന്മാരുടെ മാതൃക, അഭ്യാസം, ബഹുജനങ്ങളുടെ രുചിവൈദഗ്ധ്യം, സാമുദായിക ദർശനങ്ങൾ, ജീവിത വരുമാനം കണ്ടെത്തൽ എന്നിവയാണ് കലാകാരൻ സംവിധാനം ചെയ്യുന്ന ഘടകങ്ങൾ. രണ്ടാമത്തെ ചോദ്യം: ഗ്രീസിന്റെ സർവ്വവിധ വളർച്ചയ്ക്കും തുടക്കമിട്ട ചരിത്ര സംഭവം ഏതായിരുന്നു? ഗ്രീക്ക് സൈന്യം പേർഷ്യൻ സൈന്യത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതാണ് ഗ്രീസിന്റെ സർവ്വവിധ വളർച്ചയ്ക്കും തുടക്കമിട്ട ചരിത്ര സംഭവം. ആട്ടവും പാട്ടുമൊക്കെയായി കഴിഞ്ഞിരുന്ന യവന നാടകം എന്ന് വെച്ചാൽ ഗ്രീക്ക് നാടകത്തെ ലോകോത്തര കലയാക്കി മാറ്റിയ നാടകകർത്താക്കൾ ആരൊക്കെയാണ്? ഇസ്കിലസ്, സോഫോക്ലിസ്, യൂറിപ്പിഡിയസ് എന്നിവരായിരുന്നു ആട്ടവും പാട്ടവുമായി കഴിഞ്ഞിരുന്ന യവന നാടകത്തെ ലോകോത്തര കലയാക്കി മാറ്റിയത്. ദൈവദ്രോഹ കുറ്റം ആരോപിച്ച് ശിക്ഷിക്കപ്പെട്ട ഗ്രീക്ക് തത്വജ്ഞാനിയുടെ പേര് എന്താണ്? സോക്രട്ടീസ് എന്നാണ് ദൈവദ്രോഹ കുറ്റം ആരോപിച്ച് ശിക്ഷിക്കപ്പെട്ട ഗ്രീക്ക് തത്വജ്ഞാനിയുടെ പേര്. റോമാ സാമ്രാജ്യത്തിന്റെ മഹത്വം ഏതൊക്കെ ചരിത്ര പുരുഷന്മാർക്കാണ് കടപ്പെട്ടിരിക്കുന്നത്? അഗസ്റ്റസ് എന്ന ഭരണാധികാരിക്കും വെർജിൽ, ഹോറസ്, ഓഡിസ് എന്നീ കവികൾക്കുമാണ് റോമ സാമ്രാജ്യത്തിന്റെ മഹത്വം കടപ്പെട്ടിരിക്കുന്നത്. അപഗ്രഥന ചോദ്യങ്ങളാണ് അടുത്തതായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം: കലാകാരന്മാരെ നാം ഇന്നും അനുഗ്രഹീത പുരുഷന്മാരെന്നും അമാനുഷ പ്രഭാവന്മാരെന്നും വിളിക്കുന്നു. എന്തുകൊണ്ട്?
ഒരു കലാകാരനെ രൂപപ്പെടുത്തുന്നത് പല ഘടകങ്ങളാണ്. ജന്മസിദ്ധി, അഭ്യാസം, പൂർവകാല മാതൃകകൾ, സാമുദായിക നിർദ്ദേശങ്ങൾ, തനിക്കു ചുറ്റുമുള്ള ജനതയുടെ ജീവിത രീതി, ജീവിക്കുവാൻ ആവശ്യമായ സമ്പാദ്യം, ഇവയൊക്കെ പല ചേരുവകളിൽ ഒരു കലാകാരനെ രൂപപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇന്ന ദേശത്ത് ഇന്ന കവി എന്തുകൊണ്ട് ഇങ്ങനെയൊരു കലാസൃഷ്ടി ഉണ്ടായി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയുവാൻ എളുപ്പമല്ല. കലാകാരന്റെ ജന്മസിദ്ധി വിശദീകരിക്കുവാൻ പാരമ്പര്യശാസ്ത്രത്തിൽ പോലും കഴിയുന്നില്ല. ഒരു നിലയ്ക്കും കലാസിദ്ധിയെ വ്യക്തമായി വിശദീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കലാകാരന്മാരെ ഇന്നും അനുഗ്രഹീത പ്രതിഭകളെന്നും അമാനുഷ്യ പ്രഭാവന്മാരെന്നും വിളിക്കുന്നത്. കലയും കാലവും തമ്മിലുള്ള അനുസ്യൂത ബന്ധത്തിന് ആസ്പദമായ നിയമമുണ്ട്. കലയും കാലവും തമ്മിൽ എന്തോ ഒരു കൃത്യമായ ഇടമുറിയാത്ത ബന്ധമുണ്ട്. അതിന് ആസ്പദമായ നിയമം എന്താണെന്നാണ് MP പോൾ തന്റെ പാഠത്തിലൂടെ പറയുന്നത്. സമൂഹത്തിൽ നല്ല കാലവും മോശപ്പെട്ട കാലവുമുണ്ട്. സമ്പൽ സമൃദ്ധിയും സമാധാനവും നിലനിൽക്കുന്ന കാലത്ത് സമൂഹത്തിൽ മികച്ച കലാസൃഷ്ടികൾ ഉണ്ടാകും. ദാരിദ്ര്യം, യുദ്ധം, അടിമത്തം എന്നിവയൊക്കെ ഈ സമൂഹത്തെ ജീർണിപ്പിക്കാം. അത്തരം ജീർണകാലങ്ങളിൽ ഒരു സമൂഹത്തിലും നല്ല കലാസൃഷ്ടികൾ മുളപ്പൊട്ടില്ല. കലയും കാലവും തമ്മിലുള്ള ബന്ധത്തിന് ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് പ്രാചീന ഗ്രീക്ക് ചരിത്രത്തെ MP പോൾ ഉയർത്തിക്കാട്ടുന്നു. എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. പേർഷ്യൻ സൈന്യത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതോടെയാണ് പ്രാചീന ഗ്രീസിന്റെ നല്ല കലാകാലം ആരംഭിച്ചത്. പെരിക്ലസിന്റെ ഭരണസാമർഥ്യം കൂടിയതോടുകൂടെ ഗ്രീസ് എല്ലാ രംഗങ്ങളിലും അത്ഭുതകരമായ അഭിവൃദ്ധി നേടി. സാമ്പത്തിക അഭിവൃദ്ധിയും സമൂഹ സുരക്ഷയും കലാരംഗത്തും വിജ്ഞാന രംഗത്തും പ്രതിഫലിച്ചു. വെറും കളികളിൽ മാത്രമായിരുന്ന ഗ്രീക്ക് നാടകത്തെ ലോകപ്രസിദ്ധങ്ങളായ രംഗശില്പികളാക്കിയത് അക്കാലത്തെ നാടകകാരന്മാരായ ഇസ്കിലസ്, സോഫോക്ലിസ്, യൂറിപ്പിഡിസ് എന്നിവരാണ്. മഹാശില്പിയായ ഫിഡിയാസും ചിത്രകാരനായ പോളിഗ്നോട്ടസും സമകാലികന്മാരായിരുന്നു. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നീ ലോകഗുരുക്കന്മാരായ ചിന്തകന്മാരും ഗ്രീസിന്റെ സുവർണകാലത്ത് ജീവിച്ചിരുന്നവരാണ്. നാലാമത്തെ ചോദ്യം ഇതാണ്. പക്ഷേ ആ 100 കൊല്ലത്തിലാണ് ഗ്രീസ് വാസ്തവത്തിൽ ജീവിച്ചത് എന്ന് പ്രസ്താവന കൊണ്ട് ഡോക്ടർ MP പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏതാണ്ട് 250 വർഷത്തിന്റെ പാരമ്പര്യമുണ്ട് ഗ്രീസ് സംസ്കാരത്തിന്. പക്ഷേ ദീർഘമായ ഈ കാലയളവിലെല്ലാം ഒരുപോലെ മഹത്തായ സാംസ്കാരിക അന്തരീക്ഷം നിലനിർത്താൻ ഗ്രീസിന് സാധിച്ചിട്ടില്ല. പെരിക്ലിസിന്റെ ഭരണമികവ് ഗ്രീസിനെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധിപ്പെടുത്തി. വലിയ കലാകാരന്മാരും ചിന്തകന്മാരും ചെറിയൊരു കാലഘട്ടത്തിനകത്ത് ഗ്രീക്ക് സംസ്കൃതിയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു. നാടകരംഗത്ത് ഇസ്കിലസ്, സോഫോക്ലീസ്, യൂറിപ്പിഡിയസ് എന്നിവർ, ശില്പരംഗത്ത് ഫിഡിയാസ്, ചിത്രകലാരംഗത്ത് പോളിഗ്നോട്സും ഇവരൊക്കെ ഏതാണ്ട് ഒരേ കാലത്ത് ഉദിച്ചുയർന്ന പ്രതിഭകളാണ്. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നീ തത്വജ്ഞാനികളും ഇതേ കാലത്തിന്റെ സംഭാവനകൾ തന്നെ. മുൻകാലങ്ങളിലോ പിൻകാലങ്ങളിലോ ഇത്ര വലിയ പ്രതിഭകളെ സൃഷ്ടിക്കുവാൻ ഗ്രീസിന് സാധിച്ചിട്ടില്ല. അടുത്ത ഭാഗത്ത് വിലയിരുത്തൽ ചോദ്യമാണ്. പ്രാചീന ഗ്രീസിന്റെയും റോമ സാമ്രാജ്യത്തിന്റെയും ചരിത്ര മഹത്വത്തെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക. വാസ്തവത്തിൽ ഇത് ഉപന്യാസം തയ്യാറാക്കുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പൊ പറഞ്ഞു വന്ന പ്രാചീന ഗ്രീസിനെയും റോമിനെയും പ്രഗത്ഭരായ ഭരണാധികാരികളെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ആ കാലഘട്ടങ്ങളിൽ കലയുടെ രംഗത്ത്, ശില്പകലയുടെ രംഗത്ത്, ചിത്രകലയുടെ രംഗത്ത് ഒക്കെ ഉണ്ടായ വലിയ മികവുകളെ കുറിച്ചുള്ള കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തണം. ചിന്തകന്മാരെ കുറിച്ച് ഉൾപ്പെടുത്തണം. സോക്രട്ടീസിനെയും പ്ലേറ്റോയെയും അരിസ്റ്റോട്ടിലിനെയും ഒക്കെ ഉൾപ്പെടുത്തണം. അവരുടെ കാലഘട്ടത്ത് ഓരോ കാലഘട്ടത്തിലും ഈ മഹാരഥന്മാരുടെ കാലഘട്ടത്തിൽ ആ ദേശത്തിന് വലിയ ഉയർച്ച ഉണ്ടായി എന്നത് നമുക്ക് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുകയും വേണം. അങ്ങനെയാണ് ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം, വിലയിരുത്തൽ ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് സാധിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാഠത്തിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ആശയങ്ങൾ ഒരിക്കൽ കൂടി സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. ജന്മസിദ്ധമായ വാസന, പൂർവ്വകലാകാരന്മാരുടെ മാതൃക, അഭ്യാസം, ബഹുജനങ്ങളുടെ രുചിവൈവിധ്യം, സാമുദായിക ദർശനങ്ങൾ, ജീവിത വരുമാനം കണ്ടെത്തൽ, ഇങ്ങനെ പല കാര്യങ്ങളാണ് കലാകാരനെ രൂപപ്പെടുത്തുന്ന പല ഘടകങ്ങൾ. ഒരു ചോദ്യമായിട്ട് ചോദിക്കാൻ, കലാകാരനെ രൂപപ്പെടുത്തുന്ന വിവിധ ഘടകങ്ങൾ ഏതെല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പറയാൻ പോയിന്റുകൾ നമുക്ക് ഓർമ്മയിൽ വരുമോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. പൂർവ്വ കലാകാരന്മാരുടെ മോഡൽസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മാത്രമല്ല, നമ്മൾ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. കലാകാരനാണ്, ജന്മവാസന ഉണ്ടായത് കൊണ്ട് മാത്രമായോ? പ്രാക്ടീസ് ഇല്ലെങ്കിലോ? അപ്പൊ പ്രാക്ടീസ്, അതുപോലെ തന്നെ
ബഹുജനങ്ങളുടെ ടേസ്റ്റ്, ബഹുജനങ്ങൾക്ക് എന്താണ് ടേസ്റ്റ് ഉള്ളത്, അവരുടെ ഇടയിൽ കൂടുതൽ വിറ്റുപോകാനോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളതോ കാര്യത്തിൽ കൂടുതൽ ഏർപ്പെടാനോ ആയിരിക്കും ഇദ്ദേഹത്തിന് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ അവരെ ജീവിക്കുന്ന സമൂഹത്തിന്റെ ചിന്തകളും ആശയങ്ങളും അത് ആ കലാകാരൻ കൂടുതലായിട്ട് ആവിഷ്കരിച്ചെന്ന് വന്നേക്കാം. പിന്നെ വരുമാന സമ്പാദനവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ പല ഘടകങ്ങൾ ചേർന്നാണ് കലാകാരനെ രൂപപ്പെടുത്തുക ഓരോ നാട്ടിലും. ഇതാണ് ആ MP പോൾ ആദ്യം പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഗ്രീക്ക് പേർഷ്യൻ സൈന്യത്തെ ഒരു മഹായുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ട് ഗ്രീക്കുകാരുടെ പ്രതാപകാലം ആരംഭിക്കുകയും അതോടുകൂടിയിട്ട് കൊച്ചു കൊച്ചു നഗരരാഷ്ട്രങ്ങളായിരുന്ന ആ ഗ്രീക്ക് ഭരണം ഒരുമിച്ച് ഒറ്റ ഒരു വലിയ രാഷ്ട്രമായിട്ട് ലോകത്തിന് മുമ്പിൽ നെറുകയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്ന ഒരു 100ഓളം വർഷമാണ് ഗ്രീസിന്റെ പ്രതാപകാലം എന്നൊക്കെ പറയുന്നത്. അതുപോലെ നാടകൃത്തുക്കളുടെ പേരുകൾ ഏതൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്? ഇസ്കിലസ്, സൊഫോക്ലസ്, യൂറിപ്പിഡസ് എന്നിങ്ങനെയുള്ള ഗ്രീക്ക് പ്രശസ്ത നാടകൃത്തുക്കളുടെ പേരുകൾ. പ്രശസ്ത ചിന്തകൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ സ്വന്തമായി ഗ്രന്ഥങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും അദ്ദേഹം ലോകത്തിന് ഒരു ശരിയായ ഒരു കാര്യത്തെക്കുറിച്ച് യുക്തിഭദ്രമായി ചിന്തിക്കേണ്ട മെത്തേഡ് എന്താണെന്ന് പഠിപ്പിച്ച മഹാഗുരുവാണ് സോക്രട്ടീസ്. അതുപോലെ തന്നെ അഗസ്റ്റസ് സീസർ എന്ന് പറഞ്ഞ ഭരണാധികാരിയെ കുറിച്ച് പറയുന്നുണ്ട്. വെർജിൽ എന്ന മഹാകവിയെ കുറിച്ച് പറയുന്നുണ്ട്. ഹൊറസ്, ഓവിഡ് എന്നീ കവികളെ കുറിച്ച് ഒക്കെ ഈ പാഠത്തിൽ പറയുന്നുണ്ട്. ഇനി ഒരു കലാകാരനെ രൂപപ്പെടുത്തുന്നത് പല ഘടകങ്ങളാണെന്ന് പറഞ്ഞു. സിദ്ധി, അഭ്യാസം, പൂർവ്വകാല മാതൃകകൾ, സാമുദായിക നിർദ്ദേശങ്ങൾ, തനിക്ക് ചുറ്റുമുള്ള ജനതയുടെ ജീവിത രീതി, ജീവിക്കാൻ ആവശ്യമുള്ള വരുമാനം. പക്ഷേ ഇന്ന കാലത്ത് ഇന്ന ദേശത്ത് ഇന്ന കവി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കലാസൃഷ്ടി രചിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനൊന്നും ഉത്തരം പറയാൻ സാധിക്കില്ല. കലാകാരന്റെ ജന്മസിദ്ധി വിശദീകരിക്കാൻ ഇന്ന് വരെ ജനറ്റിക്സിന് സാധിച്ചിട്ടില്ല. അതായത് പാരമ്പര്യശാസ്ത്രം, ഗ്രിഗർ മെന്റൽ ആണല്ലോ പാരമ്പര്യശാസ്ത്രത്തിന്റെ പിതാവ്. ഒരു നിലയ്ക്കും കലാസിദ്ധിയെ വ്യക്തമായി വിശദീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കലാകാരന്മാരെ ഇന്നും അനുഗ്രഹീത പ്രതിഭകളെന്നും അമാനുഷിക പ്രഭാവന്മാരെന്ന് വിളിക്കുന്നത്. ഇതൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഏതാണ് ചോദ്യം? എന്തുകൊണ്ടാണ് കലാകാരന്മാരെ അനുഗ്രഹീത പ്രതിഭകളെന്ന് അമാനുഷിക പ്രഭാവന്മാരെന്ന് വിളിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഇനി എന്താണ്? ഇന്ന കാലത്ത് ഇന്ന കലാകാരൻ എന്തുകൊണ്ടുണ്ടായിരുന്നെന്നും ആര് ചോദിച്ചാലൊന്നും ഉത്തരം പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു നിലയ്ക്കും കലാസിദ്ധിയെ വ്യക്തമായി വിശദീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കലാകാരന് എങ്ങനെ ഈ സിദ്ധി ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുഗ്രഹീത പ്രതിഭകൾ ആണ് അല്ലെങ്കിൽ അമാനുഷ്യരാണ് അവര് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു സയൻസ് കൊണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് കലാകാരനായി ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യത്തിന്. മറ്റൊരു ചോദ്യം ഇതാണ്: സമൂഹത്തിൽ നല്ല കാലവും മോശപ്പെട്ട കാലവും ഉണ്ട്. അതുപോലെ ജീർണകാലങ്ങളിൽ നല്ല കലാസൃഷ്ടി ഉണ്ടാകുന്നില്ല. നല്ല ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കാലത്ത് മാത്രമാണ് നല്ല കലാസൃഷ്ടികൾ ഉണ്ടാകുന്നത് എന്ന് പാഠത്തിൽ പറയുന്നുണ്ട്. ദാരിദ്ര്യം, യുദ്ധം, അടിമത്തം ഈ കാലഘട്ടത്തൊക്കെ ഇവയൊക്കെ ഒരു സമൂഹത്തെ ജീർണിപ്പിക്കാം. ആ കാലഘട്ടത്തിൽ സുഖകരമായ മനുഷ്യജീവിതം പോലും സാധ്യമല്ലാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് ഒരു കലാകാരന് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ സ്വസ്ഥതയോടെ ജീവിക്കാനോ കഴിയാത്തപ്പോൾ എങ്ങനെയാണ് തന്റെ സർഗാത്മകതയെ അദ്ദേഹത്തിന് വളർത്തി പരിശീലിപ്പിക്കാനാവുക? അതുകൊണ്ടായിരിക്കാം നല്ല കാലത്ത് മാത്രമേ നല്ല കലാകാരന്മാരും നല്ല കലാസൃഷ്ടികളും ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യം അതാണ്, എങ്ങനെ വരേണ്ടത്? എന്തുകൊണ്ടാണ് നല്ല കാലത്ത് മാത്രമാണ് നല്ല കലാസൃഷ്ടികൾ ഉണ്ടാവുകയുള്ളൂ എന്ന് MP പോൾ പറഞ്ഞത് സാധൂകരിക്കുക അല്ലെങ്കിൽ ചർച്ച ചെയ്യുക. ഈ രീതിയിലൊക്കെ ചോദ്യം വന്നാൽ നമ്മൾ ഇങ്ങനെ തന്നെ ഉത്തരവെഴുതേണ്ടത്. പേർഷ്യൻ സൈന്യത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതോടെ പ്രാചീന ഗ്രീസിന്റെ നല്ല കാലം ആരംഭിച്ചു. അപ്പോൾ വൺ വേർഡ് പോലെ ചോദിക്കുകയാണെന്നിരിക്കട്ടെ, ഏത് യുദ്ധത്തില് ആരെ പരാജയപ്പെടുത്തിയിട്ടാണ് പ്രാചീന ഗ്രീസിന്റെ നല്ല കാലം ആരംഭിച്ചത്? തീർച്ചയായിട്ടും പേർഷ്യൻ യുദ്ധത്തിൽ പേർഷ്യൻ സൈന്യത്തെ പരാജയപ്പെടുത്തോടുകൂടിയിട്ടാണ് പ്രാചീന ഗ്രീസിന്റെ നല്ല കാലം ആരംഭിച്ചത്. ഇനി ഗ്രീസ് എല്ലാ രംഗങ്ങളിലും അത്ഭുതകരമായ അഭിവൃദ്ധി നേടിയത് ഏത് ഭരണാധികാരിയുടെ സാമർഥ്യവും കൂടി ആ പേർഷ്യൻ യുദ്ധത്തിന് ശേഷം ഉണ്ടായതോടുകൂടിയാണ്. പേർഷ്യൻ യുദ്ധത്തിന് ശേഷം പെരിക്ലിസ് എന്ന ഭരണാധികാരിയുടെ ഭരണസാമർഥ്യം കൂടി വന്നപ്പോഴാണ് ഗ്രീസ് അത്ഭുതകരമായ അഭിവൃദ്ധി നേടിയത്. അങ്ങനെ ആ വൺ വേർഡ് ആ രീതിയിൽ ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതാനായിട്ട് നമുക്ക് ഒരു ധാരണ ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി ഗ്രീക്ക് നാടകത്തെ ലോക പ്രസിദ്ധങ്ങളാക്കിയ രംഗശില്പങ്ങളാക്കി മാറ്റിയത് അന്നത്തെ നാടകകാരന്മാരാണ്, നാടക രചയിതാക്കളെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവരിൽ ചിലരുടെ പേരുകൾ പറയുക എന്ന് ചോദിച്ചാലോ എന്തുത്തരം എഴുതും? ഈസ്കിലസ്, സൊഫോക്ലിസ്, യൂറിപ്പിഡസ് എന്നിങ്ങനെയുള്ള നാടകകൃത്തുക്കളുടെ പേരുകൾ. അതുപോലെ തന്നെ ഗ്രീക്ക് കാലഘട്ടത്തിലെ മഹാനായ ചിത്രകാരന്മാരാരൊക്കെയാണ്? ചിത്രകാരൻ വാസ്തവത്തിൽ പാഠത്തിൽ പറയുന്നത് പോളിഗ്നോട്ടസ് ആണ്. പോളിഗ്നോട്ടസിന്റെ ശിഷ്യനായിട്ടുള്ള ഫിഡിയാസ് മഹാശില്പിയായിരുന്നു. അപ്പൊ ശില്പി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഡിയാസ് ആണ്. ഇനി അതുപോലെ തന്നെ മഹാചിന്തകന്മാരാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റോയുടെ പേര് പറയാം, അരിസ്റ്റോട്ടലിന്റെ പേര് പറയാം, സോക്രട്ടീസിന്റെ പേര് പറയാം, 3 പേരുടെ പേരും പറയാം. ഇവരൊക്കെ ഈ ഗ്രീസിന്റെ സുവർണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്.
ഇപ്പൊ ഗ്രീസിന്റെ ചരിത്രത്തിന്, ഗ്രീക്ക് സംസ്കാരത്തിന് 250 വർഷത്തെ പാരമ്പര്യമുണ്ട്. പക്ഷേ ഈ 250 കൊല്ലവും തിളങ്ങുന്ന യുഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല, 100 കൊല്ലമാണ് തിളങ്ങുന്ന യുഗം എന്ന് പറയാവുന്നത്. അതായത് വലിയ കലാകാരന്മാരും ചിന്തകന്മാരും ഗ്രീക്ക് സംസ്കാരത്തെ ലോക സംസ്കാരത്തിന്റെ നെറുകയിലെത്തിച്ച ആ 100 കൊല്ലം, ആ 100 കൊല്ലം മാത്രമാണ് ശരിക്കും ഗ്രീസ് ജീവിച്ചത് എന്ന് പറയാം. ഗ്രീക്ക് സംസ്കാരത്തിന്റെ നാടകീർത്തുക്കളുടെ കാര്യങ്ങൾ അവിടെ പറയേണ്ടി വരും. ശില്പരംഗത്ത് ഫിഡിയാസിന്റെ കാര്യം പറയേണ്ടി വരും. ചിത്രകലയില് പോളിഗ്നോട്ടസിന്റെ കാര്യം പറയേണ്ടി വരും. അതുപോലെ തന്നെ ചിന്തകന്മാരുടെ കാര്യത്തിൽ 3 പേരുടെ പേര് ആരൊക്കെയാണ്? സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഇനി ഈ കാലഘട്ടമാണ് ഗ്രീക്ക് കാലഘട്ടത്തിന്റെ മഹത്തായ കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഇത്രയും പാഠങ്ങളാണ്. എഴുതി പഠിക്കേണ്ട ചില വാക്കുകളൊക്കെ ഉണ്ട്. ചില ആളുകളുടെ പേരുകൾ എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ ആവർത്തിച്ച് എഴുതി നോക്കുക. അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിക്കണം.